സൂറത്തു നൂറിലെ 19-ാമത്തെ വചനാണ് ഞാൻ ഓതിയത്. ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിഷത്തു ഫില്ലദീന ആമനു. വിശ്വാസികൾക്കിടയിൽ ലൈംഗികമായ തോന്നിവാസം പ്രചരിക്കണം എന്നാഗ്രഹിക്കുന്നവർ ലഹും അദാബുൻ അലീം, അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്. ഫിദ്ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും. വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. അല്ലാഹു കാര്യങ്ങളെല്ലാം അറിയുന്നവനാണ്, നിങ്ങൾ അറിയാത്തവരുമാണ്. നമ്മുടെ നാട്ടിലിപ്പോൾ നിലനിൽക്കുന്ന ഒരു പ്രത്യേക പശ്ചാത്തലം, പത്രങ്ങളും മാധ്യമങ്ങളുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പശ്ചാത്തലം ഈ ആയത്തിൻ്റെ ഒരു വശം അതിൽ നമുക്ക് കാണാൻ കഴിയും. ആകെ നാട്ടിൽ ഫാഹിഷത്ത്, തോന്നിവാസം അല്ലെങ്കിൽ ലൈംഗികമായ അതിക്രമങ്ങളെ സംബന്ധിച്ചും അതിനെപ്പറ്റിയുള്ള സംസാരമേ, അതിനെപ്പറ്റിയുള്ള വാർത്തകളെ നമുക്കിന്ന് കേൾക്കാൻ കഴിയുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് അതിൽ കുറേ രാഷ്ട്രീയമുണ്ട്, കുറേ അല്ലാത്ത വശങ്ങളുണ്ട്. രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊന്നും നമുക്ക് പ്രത്യേകമായി ഒന്നും പറയേണ്ടതില്ല. അത് ഓരോരുത്തർക്കും അവനവൻ്റെ നിരീക്ഷണമനുസരിച്ച് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ വിശ്വാസികൾ എന്നുള്ള നിലക്ക്, ഒരു ഇസ്ലാം മത വിശ്വാസികൾ എന്നുള്ള നിലക്ക് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ നാം വിശ്വസിക്കുന്ന, നാം സത്യമാണെന്ന് മനസ്സിലാക്കി അംഗീകരിച്ച് ആചരിക്കുന്ന മതത്തിൻ്റെയും അതുപോലെ സംസ്കാരത്തിൻ്റെയൊക്കെ നിർദ്ദേശങ്ങളിൽ നമുക്ക് അഭിമാനം തോന്നേണ്ടതാണ്. അതിൽ നമുക്ക് മറ്റേതിനേക്കാളും മികച്ചു നിൽക്കുന്നത് തന്നെയാണ് നമ്മളുടെ സംസ്കാരവും ഇസ്ലാം മതത്തിൻ്റെ അധ്യാപനങ്ങളും എന്ന് ഒരു വിശ്വാസിയുടെ മനസ്സിൽ ഉണ്ടാകേണ്ടതാണ്. അതിന് അവസരം നൽകുന്ന കുറേ സംഭവങ്ങളാണ് ഇപ്പോൾ നമ്മളുടെ ഇടയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചെറുപ്പക്കാരും അതുപോലെ ചെറുപ്പക്കാരികളുമൊക്കെ മാതൃകകളായി സ്വീകരിച്ചുകൊണ്ട് അവർ കൊണ്ടു നടക്കുന്ന താരങ്ങളുടെയൊക്കെ അവരുടെ അവസ്ഥ എന്താണ് എന്നുള്ളത് ഇന്ന്, അല്ലെങ്കിൽ അവരെ പറ്റി എന്തൊക്കെയാണെന്ന് ചർച്ച ചെയ്യപ്പെടുന്നത്, അതിൻ്റെ നിജസ്ഥിതിയും കൃത്യവും അതൊന്നും ഇപ്പം നമുക്ക് അറിയാനും അതിനെപ്പറ്റിയൊന്നും നമുക്കറിയില്ല. പക്ഷെ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് ആ വിഷയം ഇന്ന് നമ്മളിൽ പല ആളുകളും അവരുടെ പല കാര്യങ്ങൾക്കും മാതൃകയായി സ്വീകരിക്കുന്ന ആളുകളാണ്. അവരുടെ ഡ്രസ്സിങ്ങിന്, അവരുടെ നിലപാടുകൾക്ക്, അവരുടെ ആഹ്ലാദത്തിന്, അവരുടെ മറ്റു പല നിലപാടുകൾക്കും എല്ലാറ്റിനും അവർ യുവസമൂഹം മൊത്തത്തിൽ മാതൃകയായി സ്വീകരിക്കുന്ന ആളുകളെ പറ്റിയാണ് ഈ ചർച്ച നടത്തുന്നത്, ചർച്ചകൾ നമ്മൾ കേൾക്കുന്നത്. അപ്പം അതിൽ നമ്മളൊരു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ ചർച്ചകൾ അത് അത്ര ഒരു നല്ല കാര്യമല്ല. അതുകൊണ്ടുണ്ടാകുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ, സമൂഹത്തിൽ ഇത്തരം ലൈംഗികമായ അരാജകത്വം വർദ്ധിക്കാനേ ഇത് കാരണമാവും. ഇങ്ങനെ കുറച്ചു കാര്യങ്ങളിൽ കുറേ കേസും മറ്റു സംഗതിയൊക്കെ ഉണ്ടായാൽ ഇതൊന്നും ഇനി ഉണ്ടാകാതിരിക്കും എന്നതല്ല ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. ഇങ്ങനെയുള്ള സംഗതികൾ വളരെയധികം സമൂഹം ചർച്ച ചെയ്ത് അതിനെപ്പറ്റി ചർവണം നടത്തി മുന്നോട്ട് പോയാൽ അതിൻ്റെ ഫലമായിക്കൊണ്ട് ഉണ്ടാകാൻ പോകുന്നത് ഇത്തരം തോന്നിവാസങ്ങൾ സമൂഹത്തിൽ വർദ്ധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ പറഞ്ഞത്, ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിഷത്ത്. ഫാഹിഷത്ത് എന്നാണ് ഖുർആൻ ഇത്തരം നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന പല വിഷയങ്ങളെ സംബന്ധിച്ചും ഖുർആൻ ഉപയോഗിച്ചൊരു പദം, അത് ഫാഹിഷത്ത് എന്നുള്ളതാണ്. ആ ഫാഹിഷത്ത് സമൂഹത്തിൽ വളർന്നു, അത് പ്രചരിച്ചു പോകുന്നൊരവസ്ഥയുണ്ടാകും. ആ അവസ്ഥ യഥാർത്ഥത്തിൽ ഭൂഷണമല്ല. ഇത് പറയാനൊരു കാരണമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ജീവിച്ചിരിക്കെ തന്നെ റസൂലിന്റെ പത്നിയായിരുന്ന ആയിഷ റളിയല്ലാഹു അൻഹയെ പറ്റി ചില ആളുകൾ, കപടവിശ്വാസികൾ ഉയർത്തിയ ചില ദുരാരോപണങ്ങളാണ്. പക്ഷെ ആ ദുരാരോപണങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്ത് അതിനെപ്പറ്റി കൂടുതൽ ആഴങ്ങളിലേക്ക് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി എന്നൊക്കെ ചർച്ചയാകുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ദുഷിച്ച ഫലത്തെ പറ്റിയാണ് ഖുർആൻ നമ്മെ ഉണർത്തുന്നത്.
ആ ചർച്ച എന്ന് പറയുന്നത് അനാവശ്യമായി തോന്നിവാസങ്ങൾ സമൂഹത്തിൽ പ്രചരിക്കുന്നതിനും അതിൻ്റെ ഗൗരവം കുറഞ്ഞു പോകുന്നതിനൊക്കെ കാരണമായിരിക്കും. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഇസ്ലാം ഇത്തരം സംഗതികൾ വളരെ വ്യക്തമായ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇത്തരം സംഗതികൾ പറയാൻ തന്നെ പാടുള്ളൂ. പ്രമാണങ്ങളില്ലാതെ ഇത്തരം സംഗതികൾ ആരെങ്കിലും ഒരാളെ പറ്റി ആരോപിക്കുകയാണെങ്കിൽ അതിന് അയാളാണ് ശിക്ഷിക്കപ്പെടേണ്ടത് എന്ന് പോലും പരിശുദ്ധ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടതാണ്. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടതാണ്. 4 സാക്ഷികളില്ലാതെ പറയാൻ പറ്റാത്ത ഒരു ദുരാരോപണമാണ് യഥാർത്ഥത്തിൽ ഇത്തരം ആരോപണങ്ങൾ എന്നാണ് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഈ പറയപ്പെടുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യഭിചാരം പോലുള്ള സംഗതികളെ സംബന്ധിച്ചും അത് 4 സാക്ഷികളില്ലാത്ത രീതിയിൽ അതൊരാൾക്ക് മറ്റൊരാളെ പറ്റി പറയാനേ പാടില്ല എന്നാണ് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അത് അതിൻ്റെ ഒരു വശം. നമ്മൾ ഈ സോഷ്യൽ മീഡിയ, പത്രങ്ങൾ, മാധ്യമങ്ങൾ അവരൊക്കെ പല കാരണങ്ങൾ കൊണ്ടും അവരുടെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയും മറ്റു പല കാര്യങ്ങൾക്കും ഇത്തരം സംഗതികളെ പറ്റി വളരെ പൊടിപ്പും തുങ്ങലുകളൊക്കെ വെച്ചുകൊണ്ട് സംസാരിക്കുകയും വാർത്തകൾ നൽകുകയൊക്കെ ചെയ്യുന്നു. അതിന് പല ലക്ഷ്യങ്ങളും ഓരോരുത്തർക്കും ഉണ്ടാവും. അതെന്തായാലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതിങ്ങനെ പറഞ്ഞു നടക്കാൻ പറ്റിയൊരു സംഗതിയല്ല എന്ന് ബേസിക്കലി നമ്മൾ അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സ്ത്രീയുടെ സുരക്ഷ എന്ന് പറയുന്നത്, അതാണ് ഇവിടെ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സംഗതി. സ്ത്രീയുടെ സുരക്ഷ വിശുദ്ധ ഖുർആൻ ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രത്യേക സാഹചര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, വലൈസ ദക്കറു കൽ ഉൻസ, ആണിനെ പോലെയല്ല, അല്ലെങ്കിൽ ആണ് പെണ്ണിനെ പോലെയല്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് വളരെ കൃത്യമായി ബോധ്യപ്പെടുന്ന സംഗതികളാണ്. പല കാര്യങ്ങളിലും ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് ആണും പെണ്ണും പലതിലും തുല്യമാണ്. അള്ളാഹുവുമായുള്ള ബന്ധത്തിൽ, അതുപോലെ തന്നെ അവരുടെ ഒരുപാട് കാര്യങ്ങളിൽ ആണും പെണ്ണും തുല്യമാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ യാ അയ്യുഹന്നാസ് തഖൂ റബ്ബക്കുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദത്തിൻ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ. ഈ ഭൂമിയിൽ മനുഷ്യവാസം അല്ലെങ്കിൽ മനുഷ്യർ ഇവിടെ വിന്യസിക്കുന്നതിൽ, അവരിവിടെ ഉണ്ടാകുന്നതിൽ ആണിന്റെയും പെണ്ണിന്റെയും പങ്ക്, തുല്യമായ പങ്ക് ആ വിഷയത്തിലുണ്ട്. ആണിനും പെണ്ണിനും അതിൻ്റെതായ പങ്കുണ്ട്. എന്നാൽ പെണ്ണിന് ഈ ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ മുലയൂട്ടുക, പ്രസവിക്കുക എന്നിത്യാദി ഒരുപാട് ഉത്തരവാദിത്തങ്ങളും അതുപോലെ ഒരുപാട് പ്രയാസങ്ങളും നിറഞ്ഞ ഒരു ഘട്ടം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കടന്നു പോകേണ്ടതുണ്ട്. അതിന് പ്രത്യേകമായ വെയിറ്റേജ് മക്കൾ നൽകണം, സൊസൈറ്റി നൽകണം, ഭർത്താവ് നൽകണം. എല്ലാവരും അതിന് പ്രത്യേകമായ വെയിറ്റേജ് നൽകണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയും ആ ഇസ്ലാം മതവും അതിന് ഉയർന്ന ഒരു വെയിറ്റേജ് നൽകിയിട്ടുണ്ട്, അതിന് ഉയർന്നൊരു സ്ഥാനം നൽകിയിട്ടുണ്ട്. ഉമ്മയായി തീരുക അല്ലെങ്കിൽ മാതാവായി തീരുക എന്നുള്ളത് ആണിനോട് സാധിക്കാത്തൊരു സംഗതിയാണ്. ആണിനോട് കഴിയില്ല പ്രസവിക്കാനും മുലയൂട്ടാനും അത്തരം കാര്യങ്ങൾ. അത് എത്ര ആണും പെണ്ണും തുല്യമാണെന്ന് പറഞ്ഞാലും അത് സാധ്യമാകുന്ന ഒരു സംഗതി അല്ലല്ലോ ഒരു ആണിനെ കൊണ്ട്. അതുകൊണ്ട് തന്നെ അതിന് അതിൻ്റെതായ പവിത്രതയും മാന്യതയും ബഹുമാനവും ആദരവും നൽകേണ്ടത് ഭർത്താവിന്റെ ഉത്തരവാദിത്തമാണ്, മക്കളുടെ ഉത്തരവാദിത്തമാണ്, സൊസൈറ്റിന്റെ ഉത്തരവാദിത്തമാണ്, എല്ലാവരുടെ ഉത്തരവാദിത്തമാണ്. അതാണ് വിശുദ്ധ ഖുർആൻ ആ വിഷയത്തിൽ സ്ത്രീകളെ സംബന്ധിച്ച് പ്രത്യേകമായി എടുത്തു പറഞ്ഞ സംഗതി. അതാണ് നമ്മൾ യഥാർത്ഥത്തിൽ ആരോടാണ് എനിക്ക് ഏറ്റവും വലിയ ഉത്തരവാദിത്തം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു മനുഷ്യൻ, ഒരു സഹാബി ചോദിച്ചപ്പോൾ ഉമ്മാനോട് എന്ന് പറഞ്ഞതിന് അതിൻ്റെതായ വലിയ കനം തൂങ്ങുന്ന വാക്കാണ്. വീണ്ടും വീണ്ടും ഉമ്മാനോട് എന്ന് പറഞ്ഞു, പിന്നെ വാപ്പാനോട് അല്ലെങ്കിൽ ഉപ്പനോട്, പിതാവിനോട് എന്നൊക്കെ പറഞ്ഞാൽ രണ്ടുപേർക്കും തന്റെ ജന്മത്തിൽ താൻ ഇവിടെ ഭൂമിയിലേക്ക് വരുന്നതിൽ രണ്ടുപേരും നിമിത്തമാകുന്നുണ്ട്. പക്ഷെ അതിലെ ഓരോരുത്തർക്കുള്ള പങ്കിനെ വെച്ച് നോക്കുമ്പോൾ ഉമ്മ എന്ന് പറയുന്നത് അത് വലിയ പങ്ക് വഹിക്കുന്നവരാണ്. അതുപോലെ എന്നാൽ അള്ളാഹിന്റെ അടുക്കൽ അമലുൻ സാലിഹ് ചെയ്യുന്നിടത്തും കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നിടത്തൊക്കെ ഒരുപോലെയാണും പെണ്ണ് വ്യത്യാസമല്ല. മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ, ആണാകട്ടെ പെണ്ണാകട്ടെ സൽക്കർമ്മം ചെയ്താൽ വഹു മുഅ്മിനുൻ, മുഅ്മിനായിക്കും ഫലനുഹിയന്നഹു ഹയാത്തൻ തയ്യിബത്തൻ വലനജ്സിയന്നഹും അജ്റൻ ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. പ്രവർത്തിക്കുന്നതിൽ ഏറ്റവും നല്ല പ്രതിഫലം, നല്ല ഒരു ജീവിതം ആണായാലും കിട്ടും, പെണ്ണായാലും കിട്ടും. സൽക്കർമ്മങ്ങളുടെ വിഷയത്തിൽ അങ്ങനെ തന്നെയാണ്, ദുഷ്കർമ്മത്തിലും അങ്ങനെ തന്നെയാണ്. അസാനിയത്ത് വസാനി ഖുർആൻ പറഞ്ഞു. വ്യഭിചരിക്കുന്ന ആണായാലും ശരി പെണ്ണാണെങ്കിലും ശരി
ജലീദുല്ല വായുമിയത്തെ ജൽദ, അവര് 100 അടി അടിക്കണം. അത് പെണ്ണായതുകൊണ്ട് അതൊരു 50 അടി അടിച്ചാൽ മതി, അല്ലെങ്കിൽ ആണായതുകൊണ്ട് അവർ 50 അടി അടിച്ചാൽ മതി. അങ്ങനെയല്ല, അവര് തുല്യം തന്നെയാണ്. ആ പാപം ചെയ്യുന്നതിൽ അവർക്ക് തുല്യമായ പങ്കാളിത്തം ഉണ്ടോ എങ്കിൽ അത് അവർക്ക് ആ വിഷയത്തിൽ അവര് കുറ്റവാളികളാണ്. തുല്യമായ പങ്കാളിത്തം ഇല്ലെങ്കിലോ, ഒരു സ്ത്രീ ഈ പറഞ്ഞ രീതിയിൽ ബലാത്സംഗം ചെയ്യപ്പെട്ടു, അങ്ങനെയാണ് പങ്കുണ്ടെങ്കിലോ പെണ്ണിന് അതിലൊരു കുറ്റമില്ല. പെണ്ണിന് അതിലൊരു കുറ്റമില്ല. സാധാരണ രീതിയിൽ ഈ ഇത്തരം അതിക്രമങ്ങളൊക്കെ നടക്കുന്നത് അത് സ്ത്രീകളെ മേലാണ് നടക്കുന്നത്. എന്തുകൊണ്ടാണ് സ്ത്രീകൾ ഇപ്പൊ ലോകത്തന്നെ ഇപ്പോ നമ്മൾ ഈ ബലാത്സംഗത്തിന്റെ അല്ലെങ്കിൽ റേപ്പ് ചെയ്യുന്നതിന്റെ റേറ്റ് നമ്മൾ എടുത്തു നോക്കിയാൽ, അതിന്റെ തോത് നമ്മൾ എടുത്തു നോക്കിയാൽ, ഇപ്പോ അമേരിക്കയിൽ തന്നെ 20% സ്ത്രീകളാണ് അതിന് വിധേയരാകുന്നത്. ആ നാട്ടിലെ സ്ത്രീകളിലെ 20% ആളുകൾ അത്തരം സൊസൈറ്റികളിൽ ഇതിന് വിധേയരാകുന്നുണ്ട്. എന്നാൽ അതിന്റെ സ്ഥാനത്ത് ചില സന്ദർഭങ്ങളിൽ പുരുഷന്മാരും ഇത്തരം സംഗതികൾക്ക് നിർബന്ധിക്കപ്പെടുന്ന ഘട്ടമുണ്ടായിട്ടുണ്ട്. അതിന്റെ തോത് അവരുടെ സെൻസസ് പ്രകാരം കണക്കാക്കിയ 1.5%. പിന്നെ ഇപ്പോ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്ന ഈ കമ്മിറ്റി, ഇതൊക്കെ സ്ത്രീകളാണല്ലോ ഇതിലൊക്കെ ഇരകളായിട്ടുള്ളത്. ഇതിലൊക്കെ ഇരകൾ സ്ത്രീകളാണല്ലോ. എന്തുകൊണ്ടാണ് ഈ സ്ത്രീകൾ ഇരകളായി ആണുങ്ങൾ ഇരകളാകുന്നില്ലല്ലോ? ആണുങ്ങൾ വേട്ടക്കാരും സ്ത്രീകൾ ഇരകളുമാകുന്നത് എന്തുകൊണ്ടാണ്? അവിടെയാണ് പരിശുദ്ധ ഇസ്ലാം ആണും പെണ്ണും തമ്മിൽ വേർതിരിക്കുന്നത്. അത് ആണും പെണ്ണും തുല്യം തന്നെയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ജീവിച്ചാൽ, ആ ഒരു രീതിയിൽ അങ്ങോട്ട് മുന്നോട്ട് പോയാൽ ഒരുപാട് ഇരകളായിത്തീരാണ് പെണ്ണ്. സ്ത്രീ ഇരയായിത്തീരും. അത് എന്തുകൊണ്ടാണ്? സ്ത്രീയുടെ ശരീരപ്രകൃതി അങ്ങനെയാണ്. സ്ത്രീ സൃഷ്ടിക്കപ്പെട്ടത് അങ്ങനെയാണ്. വേറെ രൂപത്തിൽ സ്ത്രീനെ സൃഷ്ടിക്കണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അവര് സൃഷ്ടിക്കപ്പെട്ടത് ആ രീതിയിലാണ്. പുരുഷൻ സൃഷ്ടിക്കപ്പെട്ടത് ഇന്ന രീതിയിലാണ്. അവരുടെ ശരീരത്തിന്റെ പ്രകൃതി അവര് ഈ രീതിയിൽ അതിക്രമങ്ങൾക്ക് വിധേയയാകാൻ, ഇരയാകാൻ പാകത്തിലുള്ള ശരീരപ്രകൃതിയാണ് സ്ത്രീകൾക്കുള്ളത്. എന്നാൽ പുരുഷൻ ആപേക്ഷികമായിട്ട് അങ്ങനെയല്ല. അതുപോലെ തന്നെ അവരുടെ മാനസികാവസ്ഥയും അങ്ങനെ തന്നെയാണ്. ഇങ്ങനെ കുറെ ഘടകങ്ങൾ അതിലുണ്ട്. എവിടെയും നമ്മൾ തുല്യരാണെന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ പറയുന്ന എല്ലാറ്റിലും നമ്മൾ കാണുന്നത് ഇരകളായി മാറുന്നത് സ്ത്രീകളാണ്. അപ്പൊ അതിന്റെ അർത്ഥം നമ്മൾ എന്ത് മനസ്സിലാക്കണം? യഥാർത്ഥത്തിൽ തുല്യമല്ല. അത് ഇപ്പോൾ തുടങ്ങിയൊരു സംഭവമല്ല. അത് പൂർവ്വകാലം മുതൽ തന്നെ അങ്ങനെയാണ്. അതിന് ഒരു മാറ്റം പ്രത്യേകിച്ച് ഉണ്ടാകുമോ? കാര്യമായ മാറ്റങ്ങളൊന്നും ഈ കാലഘട്ടങ്ങളിൽ ഉണ്ടായില്ല. ഈ തോത് ഇങ്ങനെ വർദ്ധിക്ക ചെയ്തിട്ടുള്ളൂ. അപ്പോ റേപ്പിന്റെ ബലാത്സംഗത്തിന്റെ ലോക രാഷ്ട്രങ്ങളിലുള്ള അതിന്റെ തോത് നമ്മളിങ്ങനെ പരിശോധിച്ച് നോക്കിയാൽ ഏറ്റവും കൂടുതൽ ലിബറലായി ജീവിക്കുന്ന സൊസൈറ്റിയിലാണ് ഇത് ഏറ്റവും കൂടുതലുള്ളത്. ലിബറലായി എന്ന് പറഞ്ഞാൽ വളരെ സ്വതന്ത്രമായി ജീവിക്കുക, ഡ്രസ്സിൽ എങ്ങനെയും ഏത് രീതിയിലുള്ള ഡ്രസ്സിൽ ജീവിക്കുക, അവനാണ് തോന്നിയ പോലെ ജീവിക്കാൻ അനുവാദം നൽകുന്ന ലോകരാഷ്ട്രങ്ങളെയാണ് ഈ പറഞ്ഞ ഈ കാര്യം ഏറ്റവും കൂടുതൽ പിടികൂടിയിട്ടുള്ളത്. അവിടെയാണ് ലോകത്തെ ഏറ്റവും ഉയർന്ന തോത്, ബലാത്സംഗത്തിന്റെ തോത് കാണുന്നത്. നേരെ മറിച്ച് കുറച്ചുകൂടി മാന്യമായി വസ്ത്രധാരണവും അല്ലെങ്കിൽ മറ്റു ഇത്തരം പുറത്തിറങ്ങുമ്പോൾ കുറെ സൂക്ഷ്മത പാലിക്കണം എന്ന് പറയുന്ന പ്രദേശങ്ങളിൽ ജീവിക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ ആപേക്ഷികമായി അതിന്റെ ഏറ്റവും താഴെ തോതിൽ മാത്രമേ അവർ എത്തുന്നുള്ളൂ. അപ്പോ നമ്മുടെ നാട്ടിലും ഇപ്പോ വളർന്നു വരുന്നൊരു പ്രവണത എന്താന്ന് വെച്ചാൽ, ഈ പറഞ്ഞ രീതിയിൽ അവനവന്റെ ഇഷ്ടമുള്ളത് ധരിക്കാം, ഇഷ്ടമുള്ള രൂപത്തിൽ മുന്നോട്ട് പോകാം എന്ന രീതിയിൽ നമ്മുടെ കുട്ടികളൊക്കെ അതിലേക്ക് പോവാണ്. നമ്മുടെ ഡ്രസ് കോഡൊക്കെ അങ്ങനെ മാറി വരികയാണ്. ഈ ഡ്രസ് കോഡ് മാറുന്നതിനനുസരിച്ച് എന്തുണ്ടാകും? ഈ പറഞ്ഞ അതിക്രമങ്ങൾ അല്ലെങ്കിൽ ഇത്തരം സ്ത്രീകൾക്കെതിരെ നടക്കുന്ന പല സംഗതികളും കൂടിക്കൂടി വരും. അത് നാട്ടിൽ ഇന്ത്യ രാജ്യത്തിന്റെ സെൻസസ് എടുത്തു നോക്കിയാൽ ഇത് പലപ്പോഴും ഗാർഹിക പീഡനത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ രാജ്യം. ഗാർഹിക പീഡനങ്ങൾ അതെന്താണ്? ഈ പറഞ്ഞ ആ ഒരു രീതി അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇതിലൊന്നും ചിട്ടയില്ലാതെ നിൽക്കുമ്പോഴുണ്ടാകുന്ന ഒരു വശമാണ്. അപ്പോ അങ്ങനെയാണ് ആ സംഗതി നമ്മൾ കാണേണ്ടത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയത്തിൽ, പരലോകവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, സ്വർഗം നൽകുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ സ്ത്രീയും പുരുഷനൊക്കെ അവരെ തുല്യമായി പരിഗണിച്ചിട്ടുണ്ട്. അപ്പൊ തുല്യമായി പരിഗണിച്ച ഭാഗങ്ങൾ വളരെ കൃത്യമായി നോക്കുന്നുണ്ട്. എന്നാൽ തുല്യമായി പരിഗണിക്കാത്ത അവരെ
കൂടുതൽ അവർക്ക് സംരക്ഷണം നൽകേണ്ടതാണെന്നാണ്. അതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. സ്ത്രീകൾക്ക് പുരുഷനേക്കാൾ കൂടുതൽ സംരക്ഷണം നൽകേണ്ട ഉത്തരവാദിത്തമാണ് പുരുഷനെ യഥാർത്ഥത്തിൽ ഇസ്ലാം ഏൽപ്പിക്കുന്നത്. ആ രീതിയിൽ ആണ് ഖുർആൻ മുഴുവൻ നമുക്ക് പഠിപ്പിച്ചത്. അത് സ്ത്രീയുടെ തന്നെ ഒരു പ്രകൃതി അങ്ങനെ തന്നെയാണ്. സാധാരണ രീതിയിൽ ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കുന്നത് താൻ ഒരു കെയർ ചെയ്യപ്പെടുന്ന ഒന്നാകണമെന്നാണ്. ഞാൻ സംരക്ഷിക്കപ്പെടുന്ന, എന്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ ആരെങ്കിലും ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് സ്ത്രീകൾ. അത് അവരുടെ വളരെ ചെറിയ തലങ്ങൾ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ സാധാരണ നിങ്ങൾ ഈ വിവാഹ പരസ്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. വിവാഹ പരസ്യങ്ങളിലൊക്കെ കണ്ട സ്ത്രീകളുടെ വിവാഹ പരസ്യത്തിൽ തന്റെ ഭർത്താവ് എങ്ങനെയാകണം എന്നുള്ളതിന് അവർ നൽകുന്ന വിശദീകരണത്തിൽ നമുക്ക് കാണാൻ കഴിയും വളരെ കെയറിങ് ആകണം. അത് വളരെ പ്രധാനമാണ്. അതായത് തന്നെ ശരിക്ക് ഏറ്റെടുക്കാനുള്ള ചുമതലാബോധത്തോടു കൂടി തന്നെ സംരക്ഷിക്കുകയും തന്നെ പരിപാലിക്കുകയും അതിന് പ്രാപ്തിയുള്ള ഒരാളാകണം ആണ് എന്നാണ് സ്ത്രീകളുടെ മനസ്സ്. അത് അവരുടെ മാനസികാവസ്ഥ, അവരുടെ പ്രകൃതിയിലുള്ള മനസ്സ്. അതിൽ മതവ്യത്യാസമല്ല. എല്ലാ മതത്തിലുള്ള സ്ത്രീകളും അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആഗ്രഹിക്കാൻ കാരണം അതിനെ ആണ്, ആ സ്ത്രീയുടെ ആ തലത്തെയാണ് പരിശുദ്ധ ഇസ്ലാം പരിഗണിച്ചിട്ടുള്ളത്. ആ തലത്തിൽ നിന്നുകൊണ്ടാണ്. അതുകൊണ്ട് അവർക്ക് എപ്പോഴും സംരക്ഷണം നൽകുന്ന ഒരു ഉത്തരവാദിത്തമാണ്. പുരുഷനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഉത്തരവാദിത്തമാണ്. ഇപ്പൊ നമ്മളുടെ സൊസൈറ്റിയിൽ ഇപ്പോൾ അടുത്ത കാലങ്ങളിലൊക്കെ വളർന്നു വരുന്നത് എന്താന്ന് വെച്ചാല് ഈ സംരക്ഷണ ഉത്തരവാദിത്തത്തിലേക്ക്, ഒരു പെണ്ണിനെ സംരക്ഷണ ഉത്തരവാദിത്തത്തിലേക്ക് പ്രായപൂർത്തിയാകുമ്പോൾ കൊണ്ടുവരുന്ന ഒരു പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ വിവാഹം എന്ന് പറയുന്നത്. വിവാഹം ചെയ്യുന്നതോട് കൂടി ആ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ പല തലങ്ങളിൽ നിന്നും സംരക്ഷിക്കപ്പെടുന്ന ഒരു അവസ്ഥ വരികയാണ്. ഒരു വിവാഹിതയായ ഒരു പെണ്ണിനെ സാധാരണ രീതിയിൽ അവിവാഹിതയായി നിൽക്കുന്ന സന്ദർഭത്തിൽ അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒരു വിവാഹിതയായ ഒരു പെണ്ണിന് സ്വാഭാവികമായി ആപേക്ഷികമായി ഉണ്ടാവില്ല. കാരണം അതിനെ സംബന്ധിച്ച് ആ കാര്യങ്ങൾ ചോദിക്കാനും പറയാനും ഒക്കെ ശ്രദ്ധിക്കാനൊക്കെ ആളുണ്ട്, അവളെ സംരക്ഷിക്കാൻ ആളുണ്ട് എന്നാണ്. ഇപ്പൊ വിവാഹം എന്നത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അതൊരു കവചമാണ്. ഈ കവചം പൊട്ടിച്ചെറിയണം എന്നാണ് ലിബറലിസം, ആധുനികമായ ഈ സർവതന്ത്ര സ്വാതന്ത്ര്യം പറയുന്ന ആളുകൾ ഈ കവചം പൊട്ടിച്ചെറിയണം. ഈ കവചത്തിന് അർത്ഥമല്ല. നമ്മുടെ പല സിനിമകളും ആ രീതിയിലേക്കാണ് പ്രൊമോട്ട് ചെയ്യണത്. അടുത്ത കാലത്ത് സ്വർഗരതിയുമായി ബന്ധപ്പെട്ട ഒരു സിനിമ പുറത്തു വന്നല്ലോ. ആ പുറത്തു വന്നപ്പോ അതിന്റെ സംവിധായകൻ വലിയ അഭിമാനത്തോടു കൂടി പറയാണ്, എന്റെ സിനിമ കണ്ട് ഒരു 10 വിവാഹമോചനം നടന്നാൽ എന്റെ മെസ്സേജ് പൂർത്തിയായി. എന്റെ സിനിമ കണ്ടിട്ട് ഈ വിവാഹം എന്ന കവചത്തിൽ നിന്ന് 10 ആളുകൾ പുറത്തേക്ക് പോയാൽ എനിക്ക് വളരെ സംതൃപ്തിയായി എന്നാണ്. അതാണിപ്പോ ഈ ഒരു നിലവാരത്തിലുള്ള ആളുകളാണ് ഈ സിനിമ നിർമ്മിച്ചിട്ട് നമ്മുടെ മക്കളുടെ കൈകളിലേക്കും എല്ലാവരെയും അതിലേക്ക് ഇങ്ങനെ എത്തിക്കുന്നത്. അതാണ് ഈ വിവാഹം എന്ന ഈ കവചം നൽകാതിരിക്കുക. അതിനനുസരിച്ചുള്ള പ്രോപ്പഗണ്ട, അതിനനുസരിച്ചുള്ള വലിയ പരസ്യങ്ങളും, അതിനനുസരിച്ചുള്ള ഒരുപാട് എല്ലാ അർത്ഥത്തിലും അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന, മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് തലങ്ങൾ നമുക്ക് സിനിമയിൽ കാണാൻ പറ്റും, സോഷ്യൽ മീഡിയയിൽ കാണാൻ പറ്റും. സാഹിത്യകാരന്മാരെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്ന ബഹുഭൂരിപക്ഷം ആളുകളുടെയും ലേഖനങ്ങളിൽ കാണാൻ പറ്റും. നമ്മുടെ പുസ്തകങ്ങളിൽ, പാഠപുസ്തകങ്ങളിലൊക്കെ തിരികെ കയറിയിട്ടുള്ളത് ഇതിൽ നിന്നൊക്കെ സ്വതന്ത്രമായിട്ട് അവര് ഇഷ്ടമുള്ളത്, എനിക്ക് എന്റെ ശരീരം അത് എന്റേത്, അത് ഞാൻ തീരുമാനിക്കും എന്ന് പറയുന്ന രീതി. ഇത് നമ്മുടെ പെൺമക്കളെ ധാരാളമായി സ്വാധീനിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. രക്ഷിതാക്കൾ ആലോചിക്കേണ്ട സംഗതിയാണത്. ഈ വിവാഹം എന്ന കവചം, ആ ഒരു കവചം നമുക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് അതിന് വിവാഹത്തിന് സമ്മതമില്ല, വിവാഹിതയാകണ്ട എന്ന് ആഗ്രഹിക്കുന്ന, അതിന് സമ്മതിക്കാത്ത പെണ്ണുങ്ങളുടെ എണ്ണം ഓരോ ദിവസവും വർദ്ധിച്ചു വരും. പ്രത്യേകിച്ചും കോളേജുകളിലൊക്കെ പഠിച്ച് പുറത്തിറങ്ങി വരുന്ന കുട്ടികൾ. കാരണം കോളേജുകൾ പഠിപ്പിക്കുന്നത് അതാണ്. എന്തിനാണ് കുറെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നത്? എന്തിനാണ് ഈ പ്രസവം, മുലയൂട്ടൽ, അങ്ങനെ കുറെ പരിപാടികൾ, അതുപോലെ തന്നെ ഒരാളുടെ കീഴിൽ ഇങ്ങനെ നിൽക്കുക, അങ്ങനെ എന്തൊക്കെ അതിനെപ്പറ്റി എന്തൊക്കെ മോശമായി വിവാഹ ജീവിതത്തെ പറ്റിയൊക്കെ പഠിപ്പിക്കാൻ പറ്റുമോ അതൊക്കെ അതേ രീതിയിൽ പഠിപ്പിക്കുന്ന പാഠപുസ്തകങ്ങളാണ് നമ്മുടെ സർക്കാർ ഇറക്കുന്ന പാഠപുസ്തകങ്ങളുടെയൊക്കെ പലതിന്റെ അവസ്ഥ അതാണ്. അതുകൊണ്ട് തന്നെ ഈ ആണും പെണ്ണും എന്നുള്ളതിന് തന്നെ ഒരു പ്രാധാന്യമില്ലാതെ
എല്ലാ സ്വവർഗരതിയും മറ്റുമൊക്കെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള സിനിമകളും മറ്റുമൊക്കെ നടക്കുക. അപ്പൊ അതാണ് പരിശുദ്ധ ഇസ്ലാം ആദ്യം ചെയ്തിട്ടുള്ളത്. പ്രായപൂർത്തി ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവള് സംരക്ഷിക്കപ്പെടണം. അതുകൊണ്ട് തന്നെ ചെറുപ്പം മുതൽ ഓരോ തലങ്ങളും പറഞ്ഞു, ഓരോ പെൺകുട്ടികളെയും വളർത്തി അവരെ വലുതാക്കി അവരെ നല്ലൊരു കൈകളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കതിന് വലിയ പ്രതിഫലമുണ്ട് എന്ന് ഓരോ രക്ഷിതാക്കളോടും പരിശുദ്ധ ഇസ്ലാം പറഞ്ഞു. ഒരു പെണ്ണിനെ പ്രസവിച്ചൊരു കുട്ടിയെ അവളെ വളർത്തി പോറ്റി നല്ല ഒരു വിവാഹം ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ആ വിവാഹം ചെയ്തു കൊടുക്കുന്ന ആ പ്രവൃത്തി അതൊരു പുണ്യപ്രവൃത്തിയാണ്. നാളെ പരലോകത്ത് കൂലി കിട്ടുന്ന കാര്യമാണ്, സ്വർഗപ്രവേശനത്തിൽ അർഹമാക്കുന്ന കാര്യമാണ് എന്നൊക്കെ പറഞ്ഞ് ആ അർത്ഥത്തിൽ പ്രോത്സാഹിപ്പിച്ച് ഈ പെണ്ണിനെ സംരക്ഷിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. പിന്നെ വിവാഹം കഴിഞ്ഞാൽ പിന്നെ ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിന്റെ കയ്യിൽ അവൾ വളരെ സുരക്ഷിതയാണ്. അതില് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അഹ്സനുക്കും അഹ്സനുക്കും ലിനിസായിക്കും എന്നാ പറഞ്ഞത്. നിങ്ങളിൽ ഏറ്റവും നല്ല മനുഷ്യൻ എന്ന് പറഞ്ഞാൽ തന്റെ ഇണയോട് ഭാര്യയോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ്. അപ്പൊ അതിനൊക്കെ എതിരായി ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നതാണ് ഏറ്റവും നന്നായി അവരെ സംരക്ഷിച്ച് അവരെ ശ്രദ്ധിച്ചുകൊണ്ട് വരണം. അങ്ങനെ തന്നെയാണ് ഇസ്ലാം ആ സംഗതികളിൽ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോ ഈ ഒരു തലത്തിൽ നിന്ന് കുട്ടികളെ നമ്മൾ ശരിക്കും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. ഈ വിവാഹവും വിവാഹത്തിന്റെ ആവശ്യകതയും ഒക്കെ ധാരാളം പറഞ്ഞു കൊടുക്കേണ്ടത്. കാരണം നമ്മുടെ നാട് പൊതുവിൽ പോകുന്നത് വിവാഹം ആവശ്യമല്ല എന്ന ഒരു തലത്തിലേക്കാണ്. അങ്ങനെയൊക്കെ ജീവിക്കുന്ന ആളുകളുടെ അവസ്ഥകളാണല്ലോ ഇപ്പോൾ ഈ കമ്മിറ്റികളിലും ഈ റിപ്പോർട്ടുകളിലൊക്കെ നമ്മൾ കാണുന്നത്. അങ്ങനെയൊക്കെ ജീവിക്കുന്ന ആളുകൾക്ക് എന്താ അവർക്കുള്ള അവസ്ഥകൾ? അവര് പറയണത് അവര് ഒരുപാട് പീഡനങ്ങൾക്കും മറ്റു പല കാര്യങ്ങൾക്കും വിധേയരായിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഒരു സ്വസ്ഥത ലഭിക്കുന്നില്ല, ഉറങ്ങാൻ കഴിയണില്ല, അവരെ അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ അവര് സ്വയം പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ഒരു ഘട്ടമാണ്. ഇത് ആരാ പറയണത്? നമ്മുടെ മക്കളൊക്കെ മാതൃകയാക്കുന്ന വലിയ സ്വാതന്ത്ര്യത്തിന്റെയും അതുപോലെ തന്നെ ഫാഷന്റെയും ഒക്കെ ഒരു ഐക്കണുകളായി നമ്മുടെ കുട്ടികളൊക്കെ കാണുന്ന അവരാണ് ഇപ്പൊ അവരുടെ ദുര്യോഗം, അവരുടെ പ്രയാസം അവരെടുത്തിങ്ങനെ പറയണത്. അപ്പോ ഈ സന്ദർഭമാണ് നമുക്ക് യഥാർത്ഥത്തില് വിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്ന സംഗതി, ഖുർആൻ പഠിപ്പിക്കുന്നത് അള്ളാഹു നമ്മൾ പഠിപ്പിച്ചു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി. ഇത് ലോകം സൃഷ്ടിച്ച ആണിനെയും പെണ്ണിനെയും ഒക്കെ സൃഷ്ടിച്ച പടച്ച തമ്പുരാൻ പറയുന്ന നിയമങ്ങളാണ്. ആ നിയമങ്ങളാണ് ഡ്രസ് കോഡ്. പെണ്ണിന്റെ ഡ്രസ് കോഡിനെ പറ്റി പറയുന്നത് ആ അർത്ഥത്തിലാണ്. ഒരിക്കലും അതൊരു പിന്തിരിപ്പനല്ല. പെണ്ണിന്റെ ഡ്രസ് കോഡ് മന്യരുടെ മുമ്പിൽ കാണാനും കാണിക്കാനും പാടില്ലാത്തതെന്നൊക്കെ നിർണയിച്ചു തരുന്നത് ഇത് ലോകം സൃഷ്ടിച്ച ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ച പടച്ച തമ്പുരാൻ പറഞ്ഞു തരുന്നതാണ്. പെണ്ണിന്റെ മനസ്സും ആണിന്റെ മനസ്സും അറിയുന്നവൻ അവനാണ്. അതുകൊണ്ട് അതിനെ നമ്മൾ മറ്റേതെങ്കിലും രീതിയിൽ തുല്യവൽക്കരിക്കാൻ ശ്രമിച്ചിട്ട് യാതൊരു കാര്യമില്ല. നമ്മുടെ ഇടയിൽ ഇപ്പോൾ ഒരു പ്രവണത എന്താന്ന് വെച്ചാല് പെണ്ണുങ്ങള് അവർക്ക് ആണായി നടക്കാനാണ് പൊതുവിൽ താല്പര്യം. തുല്യമാകുകയാണെങ്കിൽ തിരിച്ചും കെട്ടുവാണല്ലോ. ആണുങ്ങൾ പെണ്ണായി നടക്കുന്ന രീതിയില്ല. സാരി എടുത്ത് നടക്കുന്ന കുറെ ആണുങ്ങളെ നമ്മൾ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ പർദ്ദട്ട് നടക്കുന്ന ആണുങ്ങളെ നമ്മൾ കണ്ടിട്ടില്ല. മറിച്ച് ആണുങ്ങളുടെ ഡ്രസ്സ് ഇട്ട് നടക്കുന്ന പെണ്ണുങ്ങളെയാണ് കാണുന്നത്. ഒരു തരത്തിലുള്ള എന്താണ് നമ്മള് ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്നൊക്കെ പറയുന്ന സംഗതി ഉണ്ടല്ലോ. ഒരു മോശം തന്റെ വർഗം എന്ന് പറഞ്ഞതിനെ പറ്റിയുള്ള ഒരു വർഗത്തെ പറ്റിയുള്ള ഒരു മോശമായ വിചാരത്തിൽ നിന്ന് ഞാൻ ഒരു ആൺവർഗത്തിലേക്ക് നീങ്ങുക എന്നതിന്റെ ഒരു മാനസിക തലം അവിടെ ഉണ്ട്. അപ്പോ അതുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം പറഞ്ഞത് നിങ്ങൾ ആണിന്റെ ഡ്രസ്സ്, ആണിന്റേത് എന്ന് എഴുതപ്പെട്ട ആണിന്റേത് എന്ന് അറിയപ്പെടുന്ന ഡ്രസ്സ് പെണ്ണും, പെണ്ണിന്റേത് എന്ന് അറിയപ്പെട്ട പെണ്ണിന്റേത് എന്ന് അവർക്ക് മാത്രമായിട്ടുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള അവർക്കുള്ള ഡ്രസ്സ് അത് ആണും ധരിക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതാണ്. അതുകൊണ്ടാണ് ആണും പെണ്ണും ആ വ്യത്യാസം വേണം. പക്ഷെ ആ വ്യത്യാസം നമ്മളെ പെൺകുട്ടികൾക്ക് ആ വ്യത്യാസം വേണ്ട എന്നുള്ള തലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ അത്തരം സംഗതികളെ സംബന്ധിച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? രക്ഷിതാക്കൾ ഇതിനെപ്പറ്റിയൊക്കെ ഒരു ബോധം വേണം. വെറും ഫാഷൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പല ഇൻസ്റ്റഗ്രാമിലും മറ്റൊക്കെ വരുന്ന ചിത്രങ്ങളും മറ്റു പലരും നമ്മുടെ മക്കളുടെ ചിത്രങ്ങൾ അവർ ടൂറ് പോകുമ്പോൾ അവര് ആൺപെൺ എന്നുള്ള ബന്ധങ്ങളെ പറ്റിയൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ ഈ രംഗത്തെ ഏറ്റവും ലിബറലായി ജീവിക്കണ നമ്മളുടെ സിനിമാ ഇൻഡസ്ട്രിയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമാണ് ഇപ്പൊ അവര് പറയണത്.
അപ്പോ നമ്മുടെ കുട്ടികള് ക്ലാസ് റൂമിലെത്തിയാൽ തോളിൽ പിടിക്കാന്, കെട്ടിപ്പിടിക്കാന്, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ഒരു അന്യ പുരുഷന്റെ, അന്യ സ്ത്രീയുടെ ശരീരഭാഗങ്ങള് പരസ്പരം തൊടുന്നതിനോ അതിൽ സ്പർശിക്കുന്നതൊക്കെ വളരെ ഹറാമാക്കിയ ഒരു മതത്തിന്റെ അനുയായികളായ നമ്മുടെ മക്കള് ഇതിലൊന്നും യാതൊരു പ്രശ്നമില്ലാത്ത രീതിയിൽ തോളിലും പിടിച്ച് പിന്നെ കെട്ടിപ്പിടിച്ച് യാത്ര പോവുകയും അതുപോലെ ആ രീതിയിലേക്കൊക്കെ നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് രക്ഷിതാക്കളുടെ ഒരു ശ്രദ്ധക്കുറവാണെന്ന് അതിൽ വളരെ പ്രധാനമായ ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കണം. ഈ ഡ്രസ്സുകളൊക്കെ വാങ്ങിക്കൊടുക്കണേ, ഇതിനനുസരിച്ച് ഏത് രീതിയിലുള്ള ഡ്രസ്സുകൾ വാങ്ങിക്കൊടുക്കുന്നത് രക്ഷിതാക്കളാണ്, വേറെ ആരുമല്ലല്ലോ. അപ്പോ ഡ്രസ്സൊക്കെ വാങ്ങിക്കൊടുക്കുമ്പോൾ ഈ പറയുന്ന മറയുന്ന രീതിയിലുള്ള ഡ്രസ്സാണ്. ശരീരത്തിലെ അവയവങ്ങൾ, സ്ത്രീയുടെ അവയവങ്ങൾ മറയുന്ന രീതിയിലുള്ള ഡ്രസ്സാകണം എന്നുള്ള നിഷ്കർഷ അത് രക്ഷിതാക്കൾക്ക് ഉണ്ടാകും. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിലുള്ള കുറച്ച് കാലം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനത്തെ പലജാതി ആരോപണങ്ങളും വന്നു. നമ്മുടെ നാട് ഈ അർത്ഥത്തിൽ ഒരു വേണ്ടാത്ത കാര്യങ്ങളെപ്പറ്റി വെറുതെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു നാടായി മാറും. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. മറ്റൊരു വശമുണ്ട്. നമ്മുടെ നാട്ടിലെ നിയമം, അതും യഥാർത്ഥത്തിൽ ഇസ്ലാം നമ്മളോട് പറയണ ഒരു സംഗതി പറയണമെങ്കിൽ അതിന് വ്യക്തമായ തെളിവ് വേണം. തെളിവില്ലാതെ നിങ്ങൾ ആരോപിക്കരുത്. പ്രത്യേകിച്ചും ഇത്തരം സംഗതികൾ വളരെ വ്യക്തമായ തെളിവ് വേണം. പക്ഷെ നമ്മുടെ നിയമത്തിൽ അതിന്റെ ഒന്നും ആവശ്യമില്ല, യാതൊരു നിയമം ആവശ്യമില്ല. പെണ്ണ് പറയുന്നു എന്നുള്ളത് മാത്രമാണ് തെളിവ്. ഇപ്പൊ നമ്മളിന്ന് ആലോചിച്ചു നോക്ക്, 20 കൊല്ലം മുമ്പ്, 15 കൊല്ലം മുമ്പ്, പിന്നെ 2001 ഇന്നോട് ഇങ്ങനെ പെരുമാറിയിരുന്നു, ഇന്നോട് ഇങ്ങനെ മോശമായി താകിയിരുന്നു എന്നൊക്കെയാണല്ലോ ഈ പറഞ്ഞ ആളുകളൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നത്. അതിപ്പോ ആർക്കും ആരെപ്പറ്റിയും പറയാവുന്ന സംഗതിയാണ്. ഏത് മാന്യമായി ജീവിക്കുന്ന ഒരു ആളെ സംബന്ധിച്ചും ഒരു പെണ്ണിന് വേണമെങ്കിൽ അയാളെ വളരെ മോശമാക്കി മാറ്റാൻ ഒരു പ്രയാസമില്ലാത്തൊരു നിയമമാണ് നമ്മുടെ നാട്ടിൽ. വളരെ ആ അർത്ഥത്തിൽ നമ്മുടെ ആ നിയമങ്ങളും യഥാർത്ഥത്തിൽ ചോദ്യം ചെയ്യപ്പെടേണ്ട നിയമം തന്നെയാണ്. വെറും ഒരു മൊഴി കൊണ്ട് മാത്രം കുറ്റം ആരോപിക്കപ്പെടുന്ന ആളുകൾ ജയിലിൽ അടക്കപ്പെടുകയും അവര് കുറ്റക്കാരാണെന്ന് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ തന്റെയും തന്റെ കുടുംബത്തിന്റെയും ഒക്കെ അഭിമാനം ഇല്ലാതെയാക്കുന്ന രീതിയിലുള്ള നിയമങ്ങളാണ്. അപ്പൊ ആ എത്രത്തോളം എന്ന് വെച്ചാൽ ഒരു സ്ത്രീക്ക് എന്നെ ഒരാൾ നോക്കിയത് മോശമായിട്ടാണ് എന്ന് അയാളെ നോട്ടത്തിൽ എന്തോ ഒരു തകരാറുണ്ടെന്ന് തോന്നിയാൽ അത് അതിന്റെ പേരിൽ എനിക്കെതിരിൽ കേസ് കൊടുക്കാന്നാണ് നമ്മുടെ നിയമം. അപ്പോ ഏതെല്ലാം രീതിയിൽ ഇത് ദുരുപയോഗം ചെയ്യാൻ പറ്റും. നമ്മുടെ നാട്ടിലെ അധിക നിയമങ്ങളും പല രീതിയിലും ദുരുപയോഗം ചെയ്യാൻ പറ്റും. അതിൽ ഏറ്റവും കൂടുതൽ വേണമെങ്കിൽ ഒരാൾക്ക് ദുരുപയോഗം ചെയ്യാൻ പറ്റിയ നിയമങ്ങളാണ് ഈ സ്ത്രീകളെ സംബന്ധിച്ച്. സ്ത്രീകൾക്ക് അവര് ഒരുപാട് രീതിയിൽ ആക്രമിക്കപ്പെടുന്നു, അവര് പീഡിപ്പിക്കപ്പെടുന്നു എന്നതിന്റെ പേരിൽ ഉണ്ടാക്കിയ നിയമങ്ങൾ ആർക്കെതിരിലും പ്രയോഗിക്കാവുന്ന ബോംബായി മാറുകയാണ്. നല്ല ആളുകളും അല്ലാത്ത ആളുകളൊന്നുമില്ല. അപ്പൊ ഇതൊക്കെ നമ്മളതിനെ പറ്റിയൊക്കെ ബോധവാന്മാരാ കണ്ടു. ഒരാളാണ് പറയാണ് 10 കൊല്ലം മുമ്പ് 20 കൊല്ലം മുമ്പ് ഇന്ന അയാൾ ഇങ്ങനെ ദുരുദ്ദേശത്തോടു കൂടി നോക്കിയിരുന്നു, അല്ലെങ്കിൽ ഇന്നൊന്ന് പിന്നെ ശരീരത്തിൽ തൊട്ടിരുന്നു എന്നാണ് പറയാ. എന്താ തെളിവ്? പറഞ്ഞ തന്നെ അതിന്റെ അപ്പുറത്തേക്കുള്ള ഒരു പരിപാടിയൊന്നുമില്ല. അങ്ങനെ ഒരു ഏർപ്പാട് ഒരു നിയമത്തിൽ ഉണ്ടാകാൻ പാടുണ്ടോ? ഏതായാലും ഇസ്ലാമിൽ അങ്ങനെ നിയമമല്ല. അത്രയും നമുക്ക് പറയാനുള്ളൂ. ഇസ്ലാം മതത്തിൽ ഒരു സംഗതി പറയുകയാണെങ്കിൽ അതിനവര് തെളിവ് വേണം. ഇനി അതല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ തെളിവൊന്നുമില്ലാത്ത രീതി പറയണം. ഇത് ഇന്ന രീതിയിൽ ഓരോന്നിനും അതിൻ്റെതായ രീതിയുണ്ട്. അതിനാണ്. എന്നിട്ടിപ്പോ ഒരാള് ഒരു 10 കൊല്ലം മുമ്പോ 20 കൊല്ലം ആരും തെളിവില്ലാതെ ഒരു പെണ്ണിനെ എന്തെങ്കിലും അർത്ഥത്തിൽ പീഡിപ്പിച്ചു എന്ന് വിചാരിക്കും. ആരും കണ്ടിട്ടും തെളിവൊന്നുമില്ല. എന്താപ്പോ അങ്ങനത്തെ ആ പെണ്ണിന്റെ കഥ എന്താന്ന് ആളുകൾ ചോദിച്ചു. അതിനാണ് പരലോകം എന്ന് പറഞ്ഞൊരു സാധനം വെച്ചത്. പരലോകം എന്ന് പറഞ്ഞ സംഗതി അതിനൊക്കെയാണ് വെച്ചിട്ടുള്ളത്. ഇത് പരലോകമില്ല, മരിച്ച ശേഷം ജീവിതമില്ല എന്ന് പറഞ്ഞവർക്ക് അതൊക്കെ ഒരു പ്രശ്നമായി തോന്നും. ഇസ്ലാം വിശ്വാസിയെ സംബന്ധിച്ച ഒരു പ്രശ്നമല്ല. അങ്ങനെ വല്ലതും ആരെങ്കിലും ആ രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് അവൻ അല്ലെങ്കിൽ അവൾക്ക് അള്ളാഹുവിനോട് സംഗതി പറയാം. അള്ളാഹു അതിനുള്ള സംഗതികൾ നൽകും. പരലോകം വെച്ചത് അതിനാ. ഇങ്ങനത്തെ ഒരുപാട് സംഗതികൾക്ക് പരിഹാരം ഈ പരലോകമേ ഉള്ളൂ, പരലോകത്തേ ഉള്ളൂ.
അങ്ങനെ നമ്മുടെ നിയമങ്ങളുടെയും ആ വശവും നമ്മൾ യഥാർത്ഥത്തിൽ നോക്കണം. അതുകൊണ്ട് ഈ 10ഉം 20ഉം 25ഉം കൊല്ലം മുമ്പ് നോക്കിയിരുന്നു, തോണ്ടിയിരുന്നു, ഇന്ന അങ്ങനെ ചെയ്തിരുന്നു, ഇങ്ങനെ ചെയ്തിരുന്നു എന്നൊക്കെ പറയുന്ന ഈ വാചകങ്ങൾക്ക് അത്രയൊക്കെ തന്നെ നമ്മൾ വില നൽകേണ്ടതുള്ളൂ എന്നതാണ് ഈ അർത്ഥത്തിൽ നമ്മൾ നോക്കേണ്ടത്. പിന്നെ വേറൊന്ന്, നമ്മൾ ആണും പെണ്ണും പരസ്പരം സഹകരിച്ചുകൊണ്ട് വളരെ ഒരുപോലെ ആണും പെണ്ണും എല്ലാ അർത്ഥത്തിലും സമ്മതത്തോടു കൂടി കുറേ ദിവസം പല സ്ഥലങ്ങളിലും ഒരുമിച്ച് ജീവിച്ച് അവസാനം ലോഡ്ജിലും ഒക്കെ കഴിച്ച് 2-3 മാസമൊക്കെ ജീവിച്ച് പിന്നെ കുറെ കഴിഞ്ഞതിന് ശേഷം എന്നെ പീഡിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പെണ്ണ് ഒരു കേസ് കൊടുത്താൽ അപ്പോഴും അതൊരു പീഡനമാണ്. അതുവരെ രണ്ടുപേരും വളരെ അർത്ഥത്തിൽ തന്നെ പോയതാണ്. അപ്പൊ ഇങ്ങനെ ഉള്ള നിയമങ്ങളിലെ ഒരുപാട് അപാകത ഈ വിഷയത്തിൽ ഉണ്ട് എന്നും ഈ കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുക. അതൊന്നും പരിശുദ്ധ ഇസ്ലാം അംഗീകരിക്കണില്ല. ഇസ്ലാമിൽ അതിനൊക്കെ വളരെ കൃത്യമായ ചട്ടവട്ടങ്ങളും വളരെ കൃത്യമായ സംഗതികളും ഉണ്ട്. പരലോകം എന്ന ഒന്ന് അവിടെ ഉള്ളതുകൊണ്ട് അതിലൊന്നും പുറത്തേക്ക് പോവുകയുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തട്ടെ.